നമസ്കാരം. ജാക്സൺ ചുങ്കത്തിയ. നമ്മൾ കേരളം നമ്പർ 1 ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം എവിടെയാണ് നമ്പർ 1 ആവുന്നത്? അത് ഇന്ത്യയിലാണോ? അതോ ലോകത്താണോ? അപ്പോൾ നമ്മൾ പലപ്പോഴും ന്യൂയോർക്കിലെ റോഡിനേക്കാൾ ബെറ്റർ ആണ് എന്നൊക്കെ ഇവിടെ പിണറായി വിജയൻ പറയാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ പറയുന്നത് നമ്മൾ ലോകത്തിൽ ഏറ്റവും നമ്പർ 1 ആണ്. നമ്മളതിന് എതിരൊന്നും പറയാനില്ല. ഓക്കെ. കാരണം നമ്മളിപ്പോൾ ഓരോ നാട്ടുകാരെ ഓരോന്ന് പറഞ്ഞാണ് പറ്റിക്കുക. അപ്പോൾ നമ്മളുടെ നാട്ടുകാരെ എപ്പോഴും പറ്റിക്കുന്നത് ഒരു മികച്ച ആളുകളാണ്, ഒന്നാമതാണ്, പ്രബുദ്ധരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ പ്രബുദ്ധരായ ജനങ്ങൾ അവർ തെരഞ്ഞുകൂട്ടി എന്നൊക്കെ പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ ചോദ്യം, നമ്മൾ എല്ലാ മേഖലയിലും നമ്പർ 1 ആണ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മളുടെ പറച്ചിൽ അതിൻ്റെ ഒരു ആധികാരികത നമ്മൾ എവിടെയാണ് നമ്മൾ പരിശോധിക്കുക. ഹെൽത്ത് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഒരു അസുഖ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇവിടെയുള്ള മന്ത്രിമാരെല്ലാം വിദേശത്ത് പോകും. പക്ഷേ ആരോഗ്യരംഗത്ത് നമ്പർ 1 കേരളമാണ്. പക്ഷേ ചികിത്സിക്കാൻ പുറത്തു പോകും. എഡ്യൂക്കേഷന് നമ്പർ 1 കേരളമാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ പഠിക്കാനായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. ജോലി സാധ്യതകൾ അല്ലെങ്കിൽ തൊഴിലൊക്കെ തുടങ്ങാനായിട്ട് പറ്റിയ സ്ഥലം നമ്മുടെ നാടാണ്. പക്ഷെ മുഖ്യൻ്റെ മകളടക്കം വിദേശ എന്താ പറയുക സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ കമ്പനികൾ തുടങ്ങാനായിട്ട് പോകും. അതായത് കേരളത്തിൽ തുടങ്ങില്ല. ഇനി എന്താ പറയുക, നമ്മൾ ജീവിക്കാനായിട്ടുള്ള ബെറ്റർമെൻ്റ് ആണെങ്കിൽ ഇന്നത്തെ നമ്മുടെ യുവാക്കൾ അധികവും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അവിടെ ജീവിക്കാനായിട്ട് നിയമവും സംവിധാനങ്ങളൊക്കെ കുറേ കൂടി നന്നായി നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് അവിടെ പോയിട്ട് ചെയ്യുന്ന ജോലി അത്ര ഇവിടുത്തെ കിട്ടാവുന്ന ജോലിയേക്കാൾ ബെറ്റർ ജോലിയായിട്ടൊന്നുമല്ല. അവിടെ വരുമാനം കൂടുതലാണ്. പക്ഷേ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ കുറേ കൂടി ബെറ്ററാണ്. കാരണം അവിടെ കുറേ കൂടി സേഫ്റ്റി ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഞ്ചാവ് അടിച്ചോ നമ്മൾ കത്തിക്ക് കൂത്തോന്ന് പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ നമ്പർ 1 ആണ്. ഇനി നമ്മൾ നമുക്കൊരു തട്ടിപ്പ് നടന്നിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ കേരള പോലീസ് നമ്പർ 1 ആണ് സ്വാഭാവികമായിട്ടും. പക്ഷേ ആ പരാതിയോട് അവർ ബിഹേവ് ചെയ്യുന്ന രീതി കണ്ടാൽ നമുക്ക് വളരെ വിഷമം തോന്നും. പക്ഷേ നമ്പർ 1 ആണ്. ഈ നമ്പർ 1 എങ്ങനെയാണ് പൊസിഷൻ മലയാളി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മലയാളി എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്പർ 1 ആയി തെളിയിക്കുന്നത് എങ്ങനെയാണ്, അത് നമ്മുടെ അതിൻ്റെ ഏറ്റവും ഇതുണ്ട്. ഓക്കെ, ഒരു പ്രൗഡായിക്കോട്ടെ, പ്രൗഡായിട്ട് പറയുന്നതായിക്കോട്ടെ. പക്ഷെ ഇത് എന്തെങ്കിലും ഊഹാപോഹങ്ങൾ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാൾസ് ക്ലെയിം പറയുന്നതല്ലാതെ ടെക്നിക്കലി നമുക്ക് ഇതിനൊക്കെ ഇവരിവിടെ കാണിക്കണ്ടേ, അല്ലെങ്കിൽ മന്ത്രിസഭയും ഉദ്യോഗസ്ഥരൊക്കെ കൂടി കാണിക്കണം. അവരുടെ എന്താ പറയുക, കുട്ടികളെ ഇവിടെ പഠിപ്പിച്ച് കാണിക്കണം. കുട്ടികൾ ഇതൊന്നുമില്ല, ഇതെല്ലാം പുറത്താണ്. അത് ശരിയല്ല.